ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ കിങ്ങിണി പൂച്ച കഴിഞ്ഞിട്ട് പുറത്തേക്കും തലയിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കണം, ആരോ വരുന്നതും കാത്ത്. അപ്പോൾ എന്തൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഒന്ന് ഒഴിവ് ദിവസമാണല്ലോ. അപ്പോൾ ചങ്ങായിമാരെല്ലാവരും കൂടി ഒന്ന് വെറുതെ നമ്മൾ അങ്ങാടിക്ക് ഒന്ന് പോയിട്ട് ഒരു ചായയും കടിയൊക്കെ കുടിച്ചാന്നുള്ളൊരു ബത്തപ്പാടിലാണ്. അങ്ങനെ പുറത്തിറങ്ങി ചാവിയും പൈസ ഒക്കെ എടുത്ത് നമ്മൾ ഓട്ടോറിക്ഷ ചാട്ടാക്കി. അപ്പോൾ പൂച്ചനോട് പറഞ്ഞാൽ വരുന്ന വരെ അവിടെ കടന്നുറങ്ങി. അപ്പോൾ മോള് പോയി ഉറങ്ങിയിരിക്കണ ആള്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ചങ്ങായിമാരൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പരിസരമൊക്കെ ഒന്ന് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചാണ്ട് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. നമ്മൾ ചുറ്റപ്പെട്ട മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ വനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ചൂടുകാലത്ത് വലിയൊരു ചൂടും ഉണ്ടാവില്ല, ചുറ്റും മരങ്ങളാണ്. അങ്ങനെ ചങ്ങായിമാർ നമ്മളെ കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടിയും കൊണ്ട് ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയാണ്. പിന്നെ അതിൽ ഒഴിവ് ദിവസമാണല്ലോ, അപ്പം അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ കറങ്ങാൻ വിചാരിച്ചു. പക്ഷേ കറക്കല്ല, പെരും മഴയിനു. പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 4 മണി ചായക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ചങ്ങായിമാർ നമ്മളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ റോട്ടിലെത്തിയപ്പോൾ ആരും കണ്ടില്ല. നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് നട്ടം തിരിഞ്ഞ് പൊട്ടന്മാരന്മാർ രണ്ടാളും കൂടി അപ്പുറത്ത് കിടക്കുന്നത്, ഞാൻ അപ്പുറത്തും. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട നല്ലൊരു ചായയാണല്ലോ താടിക്കാരൻ്റെ ചായക്കട, പക്ഷെ അതൊന്നും ഒഴിവാണ്, എന്താ അറിയില്ല. അങ്ങനെ നമ്മളെ പടിഞ്ഞാറ്റുമുറി അങ്ങാടിക്ക് പോയി. അവിടെ നല്ല ചായ കിട്ടും. പക്ഷേ പടിഞ്ഞാറ്റുമുറി അങ്ങാടിത്തെ ചായകളൊക്കെ എല്ലാം സൂപ്പർ തന്നെ കേട്ടോ. എന്നാലും നമ്മൾ പോയത് നമ്മളെ ലുസൈനിക്കാണ്. അങ്ങനെ ഒരു പോക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടിഞ്ഞാറ്റുമുറി നമ്മൾ അങ്ങാടിത്തെ കാഴ്ചയും കണ്ട് ഞങ്ങളിങ്ങനെ ഒരു രസങ്ങളും പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ കുറേയൊക്കെ ഇപ്പോൾ നിന്നിക്കണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ചായപ്പീടിൻ്റെ അവിടേക്ക് എത്താനായി. അതിൻ്റെ ഇടയ്ക്ക് ചങ്ങായിമാരെ വർത്താനം കൂട്ടൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോണു. അങ്ങനെ അന്തം വിട്ട് കുന്തം മുണിയമായി നിർത്താനും സ്ഥലമില്ല. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മളെ ലുസൈൻ ബേക്കറിക്ക് എത്തി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചായയും കടിയൊക്കെ എടുക്കാന്നുള്ളൂ. ഇതാണ് നമ്മളെ പറഞ്ഞ ബേക്കറി കേട്ടോ. നല്ല ചായയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് അങ്ങനെയൊക്കെ വണ്ടി സൈഡാക്കി എല്ലാവരും ഒന്ന് ഇറങ്ങി. അപ്പോൾ പലതരം കടികളും പിന്നെ ബേക്കറികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കണ്ടപ്പോൾ ഒരു പൂതി. എന്തായാലും ഇപ്പോൾ അത് എടുക്കൂല അറിയാം. അത് ആരെടുത്താലും ആരാ പൈസ കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനത്തേക്ക് എത്തുമല്ലോ. പിന്നെ എല്ലാവരും ഒന്നിച്ചാണ് കൊടുക്കല കേട്ടോ, അത് വേറെ വിഷയം. അങ്ങനെ ഞങ്ങൾ ബായിൻ്റെ ചായ ആറ്റണ കണ്ടു. ബായി ചായ ആറ്റണ കണ്ട വിചാരിച്ചു മീറ്റർ കണക്കിനാണ് ആറ്റി തരുന്നത്. അങ്ങനെ ചായയും കടിയൊക്കെ എത്തി. അസിൻ്റെ കജ്ജിന് ചെറിയൊരു സുഖമില്ലായ്മ. അപ്പോൾ കടി വല്ലാതെ തിന്നാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ തിന്നാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ, സുഖമുണ്ട് ഞങ്ങളൊപ്പം. ഓന് എത്ര കടി കിട്ടിയാലും തയ്യില്ല. അപ്പോൾ അങ്ങനെ പലരും പല കടികളും പറഞ്ഞ് കടിയും ചായയും കൂട്ടി അങ്ങനെ കടിയും ചായയും കുടിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഓരോരോ അഭിപ്രായങ്ങളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിങ്ങനെ തിന്നു. മറ്റൊരു 2 കടി എടുത്തു, ഇപ്പോൾ 1 കടി എടുത്തു. അങ്ങനെയൊക്കെ രസങ്ങളായിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ പിന്നെ ഉഴുന്നുവട ഉണ്ട്, മുട്ട ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ പോരുമ്പോൾ നമ്മൾ അങ്ങാടിയാണ് ഈ കാണുന്നത് കേട്ടോ. എന്നാലും ഒഴിവ് ദിവസമാണെങ്കിലും കടകളൊക്കെ തുറന്നിക്കണു, ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ മീൻ നോക്കി, നല്ല മീൻ കിട്ടും. പക്ഷെ അന്ന് മീൻ വന്നിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചങ്ങായിമാരെ കണ്ടു കേട്ടോ ഓട്ടോറിക്ഷയിൽ. നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ ലീഡറാണ് ഹംസാക്ക. ഏതായാലും മുന്നത്തെ വരിയുണ്ട്. എത്ര മിനിറ്റ് ഇരുന്നു, 1 മണിക്കൂറോളം ഇരുന്നിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. രണ്ടാമത്തെ അമീതാക്കുണ്ട്. എന്താ ചെയ്യുക, മണിക്കൂറോളം ഇരുന്നാൽ നമുക്കൊരു 30 റുപ്യ കിട്ടുക. അങ്ങനെ കാത്തിരിക്കും നമ്മൾ ചങ്ങായിമാരാണ് ഇതൊക്കെ കേട്ടോ വരിയിൽ. ഞാൻ ഇതേപോലെ തന്നെ ഈ വരി ഇട്ടുകൊണ്ട് തന്നെയാണ് ഓടല്.